ഇനി നമുക്ക് വേറൊരു ടൈപ്പ് ഹാങ്ങിങ് ചെയ്യാം. അതിനായിട്ട് 2 കട്ട് ബീഡ്, ട്യൂബ് ബീഡാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ബീഡ്സ് നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം കേട്ടോ. 2 ട്യൂബ് ബീഡ് ഇട്ടു. അതിൻ്റെ ശേഷം ഒരു വലിയ ബീഡ് ഇട്ടു. ദെൻ നമ്മളൊരു ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ആ ഷുഗർ ബീഡിനെ ഒഴിവാക്കി നമ്മൾ ഇതിൻ്റെ അകത്തൂടെ, ഈ വലിയ ബീഡിൻ്റെ അകത്തൂടെ മാത്രം നമ്മൾ ബീഡ്സിനെ ഇറക്കുവാണ്, നീഡിലിനെ ഇറക്കുവാണ്. കണ്ടോ, ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ട്യൂബ് ബീഡിനെ തന്നെ ഇട്ട് കൊടുക്കുവാണ്. 2 ട്യൂബ് ബീഡാണ് എടുക്കുന്നത്. ദെൻ നമുക്ക് വേണ്ട ഗ്യാപ്പിൽ, ഇതിപ്പോൾ ഇത്രയും ഗ്യാപ്പാണ് എടുക്കുന്നത്. നമുക്ക് അടുപ്പിച്ചും കുറച്ചുകൂടെ അകത്തിയും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അകത്തിയും ചെയ്യാം, കുറച്ചുകൂടെ അടുപ്പിച്ചും ചെയ്യാവുന്നതാണ്. അങ്ങനെ കുത്തിയെടുത്ത ശേഷം അവിടെ തന്നെ ഒന്നുകൂടെ മേപ്പോട്ടെടുത്ത് താഴോട്ടെടുക്കുക നീഡിൽ. എന്നാലേ അത് പ്രോപ്പറായിട്ട് നിൽക്കത്തുള്ളൂ. തന്നെ നമ്മളിവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ അവിടെ തന്നെ കുത്തിയിട്ട് വേണം അടുത്തത് എടുക്കാനായിട്ട്. വീണ്ടും നമ്മൾ ഈ സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ് വേണ്ടത്. 2 ട്യൂബ് ബീഡ്, എന്നിട്ട് ഒരു വലിയ ബീഡ്, ഇത്രയും ഇട്ട ശേഷം നമ്മൾ ഷുഗർ ബീഡിനെ ഇട്ട് കൊടുക്കാം. ഷുഗർ ബീഡ് ഇട്ടിട്ട് നമ്മളതിനെ മാത്രം ഒഴിവാക്കിയിട്ട്, അത് എപ്പോഴും നമ്മളിങ്ങനെ ബീഡ്സ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ, ഹാങ്ങിങ്സ് ചെയ്യുമ്പോൾ ലാസ്റ്റിലൊരു ചെറിയ ബീഡിനെ ഒഴിവാക്കി വേണം ചെയ്യാനായിട്ട്. ഈ ബീഡ് പിടിച്ച് വലിച്ചാൽ മതി, കറക്റ്റായിട്ട് വന്നോളും. ഇങ്ങനെ ഒത്തിരി ലൂസായും കിടക്കാൻ പാടില്ല, എന്നാൽ ഒത്തിരി ടൈറ്റായും നിൽക്കാൻ പാടില്ല. ടൈറ്റായിട്ട് നിൽക്കുമ്പോൾ ആ ഹാങ്ങിങ്സിൻ്റെ ഭംഗി, അതിങ്ങനെ ആടി കളിക്കുമ്പോഴല്ലേ അതിനൊരു ഭംഗി ഉണ്ടാവുക, അത് ഇല്ലാണ്ടായി പോവും. 2 ട്യൂബ് ബീഡും കൂടെ ഇട്ട് അടുപ്പിച്ച് കൊടുക്കുക. പിന്നീടുള്ള ഡിസ്റ്റൻസുകൾ സെയിം ആയിരിക്കണം. ഇത് എത്രയാണോ എടുത്താൽ അത്ര തന്നെ അടുത്തതൊക്കെ എടുക്കുക. പ്രോപ്പറായിട്ട് വെച്ചിട്ട് നമ്മളവിടെ ഒന്നുകൂടെ കയറ്റി ഇറക്കി കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഹാങ്ങിങ്സ് ചെയ്യുന്നത് കേട്ടോ.